ഐ പ്രസന്റ് യു. ഓർക്കടാ. ഈ വീഡിയോയിൽ ഞാൻ ചിലപ്പോൾ നല്ല പുഴുത്ത തെറി വിളിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. തെറി വിളി കേൾക്കാൻ താല്പര്യമില്ലാത്തവർ അതുപോലെ കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് അടിച്ച് പോവുക. വയനാട്ടിൽ നമ്മുടെ സഹോദരങ്ങൾ കരയുന്നത് കണ്ട് നമ്മൾ പലരും കരഞ്ഞിട്ടുണ്ട്. അതോർത്തിട്ട് ഒരു നിമിഷം വിലപിക്കാത്തൊരു കേരളത്തിൽ കുറവായിരിക്കും. സോഷ്യൽ മീഡിയയിൽ വന്ന പല നെഗറ്റീവ് കമന്റ്സിന് നമ്മൾ ഓരോ കമന്റ് അടക്കം ഓരോ പ്രൊഫൈൽ അടക്കം എടുത്തു വെച്ച് നല്ല രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കൊടുക്കേണ്ടവന്മാർക്കൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുമുണ്ട്. ഇനിയുണ്ട് ധാരാളം കാണാൻ. വരൂ. ഈ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു. ഉണ്ണികൃഷ്ണൻ മാഷ് പറഞ്ഞതാണ്, അതായത് പ്രകൃതിയാണ് അത്ര സ്നേഹിച്ച ഒന്നുമില്ല. നമ്പീശമാമൻ മോനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നോ? എന്തിനാ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ തന്തയാ നിന്റെ ആരെങ്കിലും അങ്ങോട്ട് മൈര ചത്തത്? എനിക്കത് മനസ്സിലാവാത്ത. ക്ഷമയുടെയും സഹനത്തിന്റെയും മാർഗം അവസാന നിമിഷം വരെ കൈവടിയാതിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. പക്ഷെ നിന്നെ പോലുള്ള ലോക പൊലയാടിമോമാരെ ഉദ്ദേശിച്ചാണ് പണ്ട് അങ്ങേര് പറഞ്ഞത്, വാളെടുത്തവൻ വാളാൻ. ഇത്രയും കൊണയ്ക്കാൻ വേണ്ടിയിട്ട് നിന്റെ വീട്ടിൽ ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറ്റുമ്പോൾ നീ ഇതുപോലെ അവന് തൊലിക്കണം കേട്ടോ. മയില് ഇവനെ ഉണ്ടാക്കി വിട്ട സമയത്ത് 4 വാഴ വെച്ചിരുന്നെങ്കിൽ ഇവന്റെ മാതാപിതാക്കളുണ്ടല്ലോ അവർക്ക് കൊലയെങ്കിലും കിട്ടിയാനെ. ഇവനെ പടച്ചു വിട്ട സമയത്ത് അല്ലെങ്കിൽ 4 റൗണ്ട് ഇറങ്ങി ഓടിയിരുന്നെങ്കിൽ ഇത്രയും ഉണ്ടാവത്തില്ലായിരുന്നു. എന്ന് പറഞ്ഞ ഓരോ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ മക്കള് അവര് പ്രകൃതി തന്നെ കൊണ്ടുപോയി. കൊണ്ടോട്ടെ, ഒന്നുമില്ല എനിക്കറിയാൻ. അല്ലേ കലിപ്പ് തീരണില്ലല്ലേ? ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. ഇതുപോലുള്ളവന്മാരായിരുന്നു ചാവേണ്ടത്. നിനക്ക് എങ്ങനെ തോന്നടാ ഇത് കണ്ടിട്ട് ചിരിക്കാൻ? നീ സർക്കാസ്റ്റിക് ആയിട്ട് ചെയ്തതാണോ? നിനക്ക് റീച്ചിന് വേണ്ടി നീ ചെയ്തതാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് മയിലിന് വേണ്ടിയിട്ടാണ് നീ ഇത് ചെയ്തെങ്കിലും ഒരുമാതിരി തന്തയില്ലാത്ത പരിപാടിയെ കാണിക്കണം നിങ്ങൾ. ഈ ഒരു വീഡിയോ മാത്രമല്ല ഗൈസ്, ഇനിയും ഉണ്ട് ഇവന്റെ അകത്ത് വീഡിയോ. ഇതാണ് ഇവന്റെ ചാനലിന്റെ പേര്, റിനോയ് ലവ്. പുതിയൊരു സാധനം നാട്ടിലെത്തിട്ട് നമ്മളത് കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ലല്ലോ. അത് മാത്രല്ല ഇതിന് പേസ് കൊടുക്കണ്ടല്ലോ. 3 വയസ്സുകാരി സൂഹി സഹ കാണാനില്ല. അച്ഛൻ റൌഫ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിന് പുറത്ത് 2 ദിവസമായി കാത്തിരിക്കുകയാണ്. ആരും തിരക്കൊന്നുമില്ലായിരുന്നു ഇവിടെ. മോർച്ചറിയിലും പിന്നെ കമ്മ്യൂണിറ്റി ഹാളിലുള്ള വെച്ച് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ പട്ടി പൊലയാടി മോനെതിരെ കേസ് എടുക്കണം. ഉള്ള കാര്യം പറയാം. നിങ്ങൾ ആരെങ്കിലും ഇവന്റെ അടുത്തോണ്ട ചെവള അടിച്ചു പൊട്ടിക്കണം ഈ കഴിവറ മോന്റെ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് കാര്യം എനിക്ക് പിടികിട്ടി. ഞാൻ കൃതാർത്ഥനാ. ഹലോ ഗൈസ്, ഉരുൾപൊട്ടൽ കാണാതായ അർജുൻ്റെ തലയിൽ ഈ ആന തൂറുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വെച്ചെടുക്കാൻ സാധിക്കുമോ? അങ്ങനെ എല്ലാവർക്കും വെച്ചെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ വെച്ചവർ കമന്റ് ചെയ്യും. എടാ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. കാര്യം ചെയ്യണം. നിനക്ക് അത്രയ്ക്ക് ആന തൂറുന്ന അവന്റെ തലയിൽ വെച്ചു കൊടുക്കണം എന്ന് അത്രയ്ക്ക് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ഈ വീഡിയോ ആയിട്ട് നിന്റെ കവലയിലോട്ട് പോയിട്ട് നാട്ടുകാരുടെ അടുത്ത് പറ. അവർ നിനക്ക് വെച്ച് തരും. കൃത്യമായിട്ട് നിനക്ക് എവിടെയാണ് തീട്ടം വെക്കേണ്ടതെന്ന് വെച്ചാൽ അവർ കൃത്യമായിട്ട് വെച്ച് തരും. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ. പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ.